നടി ആക്രമിച്ച കേസിൽ പൾസർ സുനി അടക്കമുള്ള ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വിധി ഡിസംബർ 8-ന് അറിയാം. ഇതിൽ ശിക്ഷിക്കപ്പെടുമോ അതോ രക്ഷപ്പെടുമോ? ഇതിൽ ശിക്ഷിക്കപ്പെടുമോ രക്ഷപ്പെടുമോ എന്നുള്ളത് നമുക്കൊരു സാമാന്യ ബുദ്ധിക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചാൽ ഇത് അധിക്ഷേപം മാത്രമല്ല, ക്രൂരമായ പീഡനമാണ് നടന്നിരിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഒരു കുട്ടിയെ പോക്സോ കേസിൽ ഉള്ള ഒരു പ്രശ്നം, ഇതിനൊക്കെ നിയമം കാണുന്നത് വളരെ കടുത്ത ശിക്ഷ നൽകണമെന്നുള്ളതാണ്. അത്തരത്തിൽ തെളിവുകൾ, ഒരുപാട് പരിമിതികൾ, അല്ലെങ്കിൽ ഇത് മൂടി വയ്ക്കാൻ പലരും ഇതിൻ്റെ പിന്നിൽ ശ്രമിച്ചിട്ടുണ്ടാവാം. ഒരുപാട് തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ ആയിട്ട് പോലും കിട്ടിയ തെളിവുകൾ വെച്ച് പോലും ശിക്ഷിക്കപ്പെടാൻ ന്യായമായ അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള കോടതിയുടെ നീക്കങ്ങളും നിരീക്ഷണങ്ങളും അവിടെ വന്നിട്ടുള്ള വാദി പ്രതിഭാഗങ്ങളുടെ വിചാരണയിൽ നിന്നുമൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. വെറുതെ വിടാൻ യാതൊരു വിധത്തിലും സാധ്യതയില്ലാത്ത രീതിയിലേക്കാണ് ആ കേസിൻ്റെ ഇതുവരെയുള്ള പോക്ക് നമ്മളെ വ്യക്തമാക്കുന്നത്. അല്ല, പക്ഷേ ദിലീപ് ഒരു ചെറിയ മീനല്ല. പലതവണ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. എന്തിന് ഈ കോടതിയെ തന്നെ സ്വാധീനിക്കാൻ പല ശ്രമങ്ങൾ നടത്തിയതായും വിവരങ്ങൾ വന്നിട്ടുണ്ട്. ദിലീപിന് ആകാവുന്നത് മുഴുവൻ ചെയ്തല്ലോ. ഈ കോടതിയെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയെ അദ്ദേഹം സമീപിച്ചു. അതിന് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയോട് ഇത് വേഗത്തിൽ തീർപ്പാക്കാനായിട്ട് 2024 തന്നെ വിധി വാങ്ങിക്കുകയുണ്ടായി. 6 മാസത്തിനകം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീർക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പെട്ടെന്ന് തീർത്താൽ അത്രയും കുറച്ച് കോടതിക്ക് അതിൽ ശ്രദ്ധിക്കാനും തെളിവുകൾ കുറച്ച് കണ്ടെത്താനുമേ കഴിയുള്ളൂ എന്നുള്ളതാണ് പലരും അതിനെക്കുറിച്ചൊക്കെ നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പാഴായി പോവില്ല എന്നാണ് ഇതുവരെയുള്ള കോടതിയുടെ നീക്കങ്ങളിൽ നിന്നും കേസിൻ്റെ ഇതുവരെയുള്ള പോക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ അടുത്ത ശിക്ഷയ്ക്ക് പൾസർ സുനി അടക്കമുള്ളവർക്ക് അർഹത ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ദിലീപ് അവകാശപ്പെടുന്നത്, ദിലീപിൻ്റെ വാദം തന്നെ കുടുക്കിയതാണ്, തന്നെ ചിലർ കുടുക്കിയതായാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹത്തെ കുടുക്കിയതായി? ഇപ്പോൾ എന്തിനു പറയുന്നു, ശ്രീലേഖ വരെ, മുൻ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ ഈ സമയത്ത് പോലും പറയുന്നത് ദിലീപിനെ കുടുക്കിയതായാണ്. ദിലീപിനെ കുടുക്കിയതാണെങ്കിൽ ദിലീപ് അത്തരത്തിലാണ് പ്രതികരിക്കേണ്ടത്. ദിലീപ് തന്നെ കുടുക്കിയതാണെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ നൽകിക്കൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് പോകേണ്ടിയിരുന്നത്. അല്ല, പൂർണ്ണമായി തന്നെ ഈ ഭരണ സംവിധാനത്തിന് വെല്ലുവിളിക്കാൻ ദിലീപിന് കഴിയുമോ? വളരെ അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല, കുടുക്കാൻ മാത്രം ആയിട്ട് അങ്ങനെ നീങ്ങിയെന്ന് ഉള്ള തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ കോടതിക്ക് പുറത്തും ദിലീപിന് പറയാമല്ലോ. ദിലീപിനെ പോലെ ഒരാളെ ആരാണ് കേൾക്കാതിരിക്കുക? പൊതുജനത്തെ മുഴുവൻ കേൾക്കുന്ന വിധത്തിൽ ഒരു പത്രപ്രസ്താവന നടത്തി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലൊക്കെ ദിലീപിന് രംഗത്ത് വരാം. ദിലീപിന് ഒരു ഇൻ്റർവ്യൂ ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. എൻ്റെ നിഷ്കളങ്കത ഇതാണ്, എൻ്റെ അപ്പോഴേക്കും കോടതി തടയിട്ടിരുന്നു, ഇക്കാര്യങ്ങൾ പുറത്തു പറയരുത്. അല്ല, അത് വന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ആക്ഷേപം വന്നതോടുകൂടിയാണ്. അതിനു മുമ്പ് സാധ്യത ഉണ്ടായിരുന്നു. കോടതിക്ക് അത്തരത്തിൽ പറയാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുമ്പ് ഫ്രീ ആയിരുന്നല്ലോ. അതിനുള്ള പല കരുക്കളും നടന്നല്ലോ. ആ സമയങ്ങളിൽ അത് പുറത്ത് കൊണ്ടുവരേണ്ടതായിരുന്നു, കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഡയറക്റ്റായിട്ട് ദിലീപിലേക്ക് എത്താനുള്ള കരുക്കൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നുണ്ട്. അത് കോടതിയുടെ വിധി വന്നാലേ നമുക്ക് പൂർണ്ണമായിട്ടും. ഈ കേസ് എപ്പോഴും ഒരു രാഷ്ട്രീയ വിജയമായാണ് CPM ഉയർത്തി കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിജയം, ദിലീപ് ആയാലും ഞങ്ങൾ പിടിച്ചകത്തിടും. ഈ വനിതകൾക്ക് വലിയ രീതിയിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കേരളത്തിൽ. അപ്പോൾ ഇതിൽ ഇനിയൊരു കൃത്യമായി തന്നെ ഇപ്പോൾ ദിലീപിന് ശിക്ഷ ലഭിക്കുകയാണ്, അത് രാഷ്ട്രീയമായി CPM-ന് ഗുണം ചെയ്യും. ദിലീപിന് ശിക്ഷ ലഭിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാറില്ല. ലഭിക്കുകയാണെങ്കിൽ CPM തുടക്കം തന്നെ തീർച്ചയായിട്ടും ഈ ഇലക്ഷന് തന്നെ ബാക്കി ഉള്ള ദിവസങ്ങളിൽ അവർക്ക് പറയാൻ കഴിയും. 2ാം ഘട്ടത്തിൽ പ്രത്യേകിച്ചും. 1ാം ഘട്ടത്തിൽ പറയാൻ കിട്ടില്ല. 8-ാം തീയതി വിധി വന്നാൽ 9-ാം തീയതി നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് 8-ാം തീയതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ പ്രചരണം നടത്താൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ 2ാം ഘട്ടത്തിലേക്കുള്ള പ്രചരണത്തിലും ഇത് ശക്തമായിട്ട് തങ്ങളുടെ വിജയമായിട്ട് പറയാൻ കഴിയും. ഒരു പക്ഷേ അത് ഈ ഇപ്പോൾ നിൽക്കുന്ന പല മാറാലകളും മാറിക്കിട്ടാനുള്ള ഒരു വഴി കൂടിയായിട്ടായിരിക്കും. പ്രത്യേകിച്ച് ശബരിമല അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശബരിമലയുടെ ആ ഒരു ശാപം നിൽക്കുന്നത് മാറിക്കിട്ടാൻ ദിലീപിൻ്റെ ഒരു വിധി കൊണ്ട്
ഒരു പുകമറ സൃഷ്ടിക്കാൻ കേരളത്തിലെ വോട്ടർമാരുടെ മുമ്പാകെ കഴിയുകയാണെങ്കിൽ അത് വലിയ കാര്യമാണെന്നുള്ളതായിരിക്കും CPM ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം 2025 24 സുപ്രീം കോടതി പറഞ്ഞത് 6 മാസത്തിനകം വിധി പ്രഖ്യാപിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് എത്രയോ നാൾ കഴിഞ്ഞു, ഇപ്പോഴും വിധി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഇലക്ഷന് മുമ്പായിട്ട് ഈ വിധി വരുന്നത് ഒരു പക്ഷേ അത്തരത്തിൽ കോടതി തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിൽ പ്രോസിക്യൂഷൻ്റെയൊക്കെ ഒരുപാട് സഹായങ്ങളും ഘടകങ്ങളും അതിനകത്ത് വരുന്നതുകൊണ്ട് ഈ വിധി ഈ സമയത്ത് വന്നത് എന്തായാലും CPM-ന് വലിയൊരു അനുഗ്രഹമാണ്, ഒരു ചെറിയ തോതിലെങ്കിലും. പക്ഷേ ഇത് മുഴുവൻ വന്നതുകൊണ്ട് ഇതിൽ എല്ലാം മറയ്ക്കാൻ കഴിയുമോ എന്നുള്ളത് വോട്ടേഴ്സിൻ്റെ മുമ്പിലെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പ്രബുദ്ധരായ വോട്ടർമാർ ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യും എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വിശകലനം ചെയ്യുന്നത്. സാർ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ കേസിൽ നിലവിലെ സർക്കാർ ദിലീപിനെ സഹായിക്കാൻ ശ്രമിച്ചോ അതോ കൃത്യമായി തന്നെ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചോ? ദിലീപിനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം ദിലീപ് വളരെയധികം നാൾ ജയിലിൽ കിടക്കുകയും ദിലീപിന് നല്ല പീഡനങ്ങൾ ആ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരനേക്കാൾ മോശമായ രീതിയിൽ തറയിൽ കിടന്ന് ചുരുണ്ട് കിടന്ന് കിറപ്പായിൽ ഉറങ്ങി ഒക്കെ ജയിലിൽ കഴിയേണ്ട സാഹചര്യം. അതുപോലെ തന്നെ തുടർന്നുള്ള വിചാരണകൾ ജൂലൈയിൽ 23 ജൂലൈയിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടോബറിലാണ് ഹൈക്കോടതി ജാമ്യം കിട്ടുന്നത്. അതുവരെ ഉള്ള പീരീഡിൽ ജയിൽ ശിക്ഷ വളരെ കഠിനമായിട്ട് ഉള്ള ജയിൽ ശിക്ഷ തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ജയിലിൽ വെറും ഒരു കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ശ്രീലേഖ IPS-നൊക്കെ ഇടപെട്ട് ചില സൗകര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാനൊക്കെ അവസരം വന്നത് എന്നുള്ളതാണ്. ഇത് സിനിമാ മേഖലയെ ബാധിക്കുമോ ഈ ദിലീപിൻ്റെ ഒരു വിധി? സിനിമാ മേഖലയെ ബാധിക്കാൻ യാതൊരു വിധത്തിലും കാരണമില്ല. കാരണം എങ്കിൽ ഇതിനു മുമ്പേ ബാധിക്കേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും കുറച്ചൊക്കെ ബാധിക്കും. കാരണം സിനിമയുടെ പ്രൊഡക്ഷൻ്റെ വലിയൊരു ആള് ദിലീപായിരുന്നു. അത് ഈ കാലങ്ങളിലെല്ലാം ബാധിച്ചിട്ടുണ്ട്. ആ ബാധിച്ച കാര്യങ്ങളൊക്കെ ഇനിയും ബാധിക്കും. അത് തകർക്കാനാണ് ദിലീപിനെ ഇത്തരത്തിൽ കേസിൽ കുടുക്കിയെന്ന ആരോപണം സിനിമാ മേഖലയിൽ നിന്നുണ്ടല്ലോ. സിനിമാ മേഖലയിൽ 2 വിധത്തിലും ആരോപണമുണ്ട്. സിനിമാ മേഖലയിൽ മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലും ധിക്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ദിലീപ് എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അവരെ പോലും ദിലീപ് പലപ്പോഴും ഹേയ് സാരൻ എന്നുള്ള മട്ടിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. തിരിച്ച് താങ്കൾ പറഞ്ഞ പോലെ സിനിമാ ഇൻഡസ്ട്രിയെ തകർക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ദിലീപ്. ദിലീപ് ഒരു വലിയ ഇൻവെസ്റ്ററാണ്, അത് സംശയമില്ല. എല്ലാ ചിത്രങ്ങളുടെയും ഒരു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിലും ആ ചിത്രങ്ങൾക്ക് പുറമേ ഓരോരോ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഇൻഡസ്ട്രിയെ സജീവമാക്കി നിർത്തുന്നതിന് ഒരുപാട് പടങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ കേസിൽ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ദിലീപിൻ്റെ ഒരൊറ്റയാളുടെ സാന്നിധ്യം കൊണ്ടാണ് കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രി നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.